ഇന്ത്യയുടെ S-400 ശേഷം ഒരുപക്ഷെ അതിലും വലിയ ഒരു കരാർ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റെൽത്ത്, ദീർഘദൂര ഭീഷണികൾ എന്നിവയ്ക്കെതിരെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാർ. S-400 ദൂരപരിധി എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പുതിയതായി റഷ്യയുമായി ഉറപ്പിക്കുന്ന കരാറിൽ ഈ സംവിധാനത്തിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 3000 കിലോമീറ്ററിൽ കൂടുതലാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭീഷണികൾക്ക് മറുപടിയായി വ്യോമ പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശ്രമമാണിത്. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികൾ യഥാക്രമം J-20, J-35A പോലുള്ള നൂതന സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപം നടത്തുന്നതിനാൽ ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായ ഒരു നീക്കത്തിലാണ്. ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400, തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടികൾ എന്നിവയ്ക്ക് ഒരു പൂരക ആസ്തിയായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനെ കണക്കാക്കുന്നത്. അതെ, ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിലൂടെ നൂതനമായ കണ്ടെയ്നർ റഡാർ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ കണ്ടെയ്നർ റഡാർ ആണ് 29B6 കണ്ടെയ്നർ റഡാർ. ഇത് വാങ്ങുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ പുനരാരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയിലെ ഏറ്റവും മികച്ച OTH സംവിധാനമാണ് ഈ കണ്ടെയ്നർ എസ് റഡാർ. ദീർഘദൂര വ്യോമാതിർത്തി നിരീക്ഷണത്തിനും ബാലിസ്റ്റിക് മിസൈൽ കണ്ടെത്തലിനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 3000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഈ റഡാറിന് സാധാരണയുള്ള റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്ര ദൂരത്തിലും ഉയരങ്ങളിലും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള വായുവിലൂടെയുള്ള ഭീഷണികളെ തിരിച്ചറിയാൻ കഴിയും. അതായത് ഈ അടുത്തിടെയാണ് പാകിസ്ഥാൻ ചൈനയുടെ J-35A സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വാങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശക്തമായത്. ഈ സമയത്താണ് ഇപ്പോൾ ഇന്ത്യയുടെ 5ാം തലമുറ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനുള്ള ഒരു ശക്തമായ സമീപനവുമായി മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനെതിരെ മറ്റൊരു 5ാം തലമുറ യുദ്ധ വിമാനം വാങ്ങുന്നതിന് പകരം, അതായത് റഷ്യയുടെ Su-57EO അല്ലെങ്കിൽ അമേരിക്കയുടെ F-35A പോലുള്ള 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾക്ക് പകരം ഇതിന് പകരമായി തന്ത്രപരമായി ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ഈ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ തിരഞ്ഞെടുക്കുക എന്നത് ചെലവേറിയ ഒരു സംരംഭമാണ്. അത് മാത്രമല്ല, അമേരിക്ക അവരുടെ സാങ്കേതിക വിദ്യയൊന്നും നമുക്ക് തരില്ല. ഈ സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെയും ചൈനയുടെയും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കെതിരെ പ്രായോഗികവും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗമാണ് ഇന്ത്യ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആന്റി സ്റ്റെൽത്ത് ഡിറ്റക്ഷൻ കഴിവുകൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ ഈ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യയുമായുള്ള കരാറിനൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വന്തം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഗാസിയാബാദിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആന്റി സ്റ്റെൽത്ത് VHF റഡാറാണ് മുൻനിരയിൽ നിൽക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ഈ റഡാർ എന്ന് പറയുന്നത് ടാറ്റ 6x6 LPTA 1828 ഹൈ മൊബിലിറ്റി വെഹിക്കിൾ പ്ലാറ്റ്ഫോമിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും നിർണായക ഗുണങ്ങളിൽ ഒന്നായ സ്റ്റെൽത്ത് കഴിവിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. J-35, F-35 അല്ലെങ്കിൽ Su-57 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്തുന്നതിൽ ഇതിൽ കൂടുതൽ ഫലപ്രദമാക്കുന്നു. കൃത്യമായ പ്രകടന സവിശേഷതകൾ തരം തിരിച്ചിരിക്കുന്നുണ്ട് എങ്കിലും 100 നോട്ടിക്കൽ മൈലിനപ്പുറം വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഈ റഡാറിന് കഴിവുണ്ട് എന്നാണ് ഓപ്പൺ സോഴ്സുകൾ പറയുന്നത്. ഇത് ഈ വാഹനങ്ങളിൽ ഈ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത് മൂലം പെട്ടെന്ന് വിന്യസിക്കുന്നതിനും ഉയർന്ന മൊബിലിറ്റിക്കും വ്യത്യസ്ത മേഖലകളെ ഉൾക്കൊള്ളുന്നതിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ആവശ്യങ്ങൾക്കനുസരിച്ച് സ്ഥലം മാറ്റുന്നതിനുമെല്ലാം സാധിക്കും. മൊബൈൽ വിന്യാസം വഴക്കത്തെ സഹായിക്കുക മാത്രമല്ല, പ്രത്യാക്രമണങ്ങൾക്കെതിരായ അതിജീവനവും നൽകുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിന് പകരം ഇന്ത്യ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിശാലമായ അതിർത്തിക്കുള്ളിൽ വിശാലമായ കവറേജും സന്നദ്ധതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇന്ത്യ തദ്ദേശീയമായി 5.5 തലമുറ ഒരു ഫൈറ്റർ ജെറ്റിനുള്ള പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുകയാണ്. അതായത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം. ഇതിന് കൂടുതൽ ശ്രദ്ധ നൽകാനും ഈ പ്രോഗ്രാമിന് കൂടുതൽ ചെലവഴിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കത്തിന് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം റഡാറും അതോടൊപ്പം ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിലൂടെ റഷ്യയുമായി ഇന്ത്യ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്ന റഷ്യയുടെ 29B6 കണ്ടെയ്നർ റഡാറും ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇങ്ങനെ വിപുലീകൃത ശ്രേണികളിൽ താഴ്ന്ന നിരീക്ഷണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള കണ്ടെയ്നർ എസ് റഡാറിന്റെ കഴിവ്
ഇന്ത്യയുടെ സാഹചര്യ അവബോധവും നേരത്തെയുള്ള മുന്നറിയിപ്പ് ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇന്ത്യ ഇപ്പോൾ ഈ റഡാറിനു വേണ്ടി റഷ്യയുമായി ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൽ വൊറോനേഷ് OTH റഡാർ സിസ്റ്റത്തിനായുള്ള ചർച്ചകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വൊറോനേഷ് റഡാർ എന്ന് പറയുന്നത് ഇതൊരു സാധാരണ സംവിധാനമല്ല. ഇന്ത്യയുടെ നിലവിലുള്ള ഭൂഗർഭ റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി വൊറോനേഷിനെ ഭൂമിയുടെ വക്രതയ്ക്ക് അപ്പുറത്തേക്ക് കാണാൻ കഴിയും. അതായത് ഇത് ഏകദേശം 8000 കിലോമീറ്റർ ലംബമായും 6000 കിലോമീറ്റർ തിരശ്ചീനമായുമുള്ള വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കും. പരമ്പരാഗത റഡാറിന് കഴിയുന്നതിനേക്കാൾ വളരെ വളരെ അപ്പുറത്തേക്കാണ് ഇതിന് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിനർത്ഥം ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വിക്ഷേപിക്കപ്പെടുന്ന ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ കണ്ടെത്താൻ ഇതിന് കഴിയും. ചൈനയുടെ കപ്പൽ വിരുദ്ധ DF-21D മിസൈലുകളോ പാകിസ്ഥാന്റെ ഷഹീൻ 3 മിസൈലുകളോ ഇന്ത്യൻ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പേ, വളരെ മുമ്പ് തന്നെ കണ്ടെത്തുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇതാണ് വൊറോനേഷ് വാഗ്ദാനം ചെയ്യുന്ന തന്ത്രപരമായ നേട്ടം. സാധാരണ റഡാറുകൾക്ക് താഴ്ന്നു പറക്കുന്ന അല്ലെങ്കിൽ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളെ കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡുകളുള്ള വൊറോനേഷ് പോലുള്ള റഡാറുകൾക്ക് ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റഡാർ ഇന്ത്യക്ക് സ്വന്തമാകുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ DRDOയുടെ കേന്ദ്രമായ കർണാടകയിലെ ചിത്രദുർഗയിൽ സ്ഥാപിച്ചാൽ റഡാറിന് LACക്ക് സമീപമുള്ള ചൈനീസ് മിസൈൽ സൈറ്റുകൾ, പാകിസ്ഥാന്റെ വിന്യാസങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളമുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ കഴിയും. ഇതോടൊപ്പം റഷ്യയും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഇപ്പോൾ ചർച്ച പുനരാരംഭിച്ച കണ്ടെയ്നർ S റഡാറിന്റെ മോഡുലാർ രൂപകൽപ്പനയും ദീർഘദൂര കഴിവുകളും ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400, തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടികൾ എന്നിവയ്ക്ക് ഒരു പൂരക ആസ്തിയായി തന്നെ മാറും. ഇങ്ങനെ ഉയർന്ന ഉയരത്തിലും വലിയ ദൂരത്തിലും ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള ഇതിന്റെ കഴിവെന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയെയും അതുപോലെ തന്നെ ഇവരുടെ പ്രതിരോധ യൂണിറ്റുകളെയും സാധ്യമായ കടന്നുകയറ്റങ്ങൾക്കോ മിസൈൽ വിക്ഷേപണങ്ങൾക്കോ എതിരെ മുൻകരുതലോടെ പ്രതികരിക്കാൻ സാധിക്കും. കൂടാതെ റഡാറിന്റെ ബിസ്റ്റാറ്റിക് OTH കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾക്കെതിരായ അതിന്റെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കണ്ടെയ്നർ S റഡാർ അല്ലെങ്കിൽ 29B6 ഉയർന്ന ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസ്റ്റാറ്റിക് OTH റഡാർ ആണ്. മെച്ചപ്പെട്ട കണ്ടെത്തൽ കഴിവുകൾക്കായി ഉപരിതല തരംഗ സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 3000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിലുള്ള വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും സാധ്യതയുള്ള ഭീഷണികൾക്കെതിരെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാനും ഇതിന് കഴിയും. ബാലിസ്റ്റിക് മിസൈലുകളെ നിരീക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തന്ത്രപരമായ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. താഴ്ന്ന നിരീക്ഷണ വിമാനങ്ങൾ കണ്ടെത്തുന്നതിന് നിർണായകമായ വ്യോമാതിർത്തിയുടെ സമഗ്രമായ ദീർഘദൂര നിരീക്ഷണമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും വിവിധ വ്യോമ ഭീഷണികളെ ഉൾക്കൊള്ളാനും ഇതിന് സാധിക്കും. വിശാലമായ പ്രദേശങ്ങളിൽ വിപുലമായ നിരീക്ഷണം സാധ്യമാക്കുന്ന തരത്തിൽ 240 ഡിഗ്രി വ്യൂ സെക്ടറാണ് ഇതിനുള്ളത്. റഡാറിന്റെ റിസീവിംഗ് ആന്റിന സിസ്റ്റത്തിൽ 144 ആന്റിന ഫീഡർ മാസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇതിന്റെ ചർച്ചകൾ പുനരാരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ചർച്ചകൾ വിജയം കാണുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 3000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ആന്റി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകുന്ന ഒരു റഡാർ സിസ്റ്റം ആയിരിക്കും ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത്. അതിശക്തമായ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലേക്ക് മറ്റൊരു കൂട്ടിച്ചേർക്കൽ. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക.